ക്ലിയർ ആണ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പോ ഈ കാണുന്ന ആളുകള് ഭീകരന്മാരാണ്. ഇവരെ എവിടെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഓക്കെ, ഒരു ചോദ്യം, പെഡഗോജിയില് ഒരു ചോദ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഇവരാരെങ്കിലും അതിലുണ്ടോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ. ഇവരെ കണ്ടില്ലെങ്കിൽ ഒരു ലൈസയോ ലായോ മായോ അതുമോ ലായുനാസിബോ വൈറുമുനാസിബോ ലായുത്തബറോ ഇഫ്തറൽ ഖത്തോ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഷാദ് ഏതായിക്കോട്ടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇവരെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക, മാലായുലായും യോജിക്കാത്തത് തിരഞ്ഞെടുക്കുക, മാഹറജ പെടാത്തത് തിരഞ്ഞെടുക്കുക, വൈറു സഹീഹ് മിമ്മ ലായു അദ്ദു ലൈസ ലായു അത്തബർ ലായു വാഫിക് ഇഖ്തറൽ ഖത്ത് ലായു നാസിബു വൈറു മുനാസിബ അദ്മ്, ഇങ്ങനത്തെ ഏത് വേർഡ്സ് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം ഇത് നെഗറ്റീവ് ടൈപ്പ് ചോദ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതാണ് ഇവിടെ വേണ്ടത്. നെഗറ്റീവ് ടൈപ്പ് ചോദ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ആൻസർ ചെയ്യാൻ. ഓക്കെ അല്ലേ? യെസ്, ഇത് നെഗറ്റീവ് ടൈപ്പ് ചോദ്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ പോവാ. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും ചാറ്റ് ബോക്സിന്റെ അകത്ത് ആക്റ്റീവായിട്ട് ആൻസറുകൾ വരണം. യെസ്, വരട്ടെ ആൻസേഴ്സ് വരട്ടെ. ഇനി നമുക്ക് കൂടുതൽ കുറെ തിയറികൾ പഠിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദ്യങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ പോണത്. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ഇഖ്തർ മാ ലഅല്ലഹു ലൈസ മിൻ അൻശിദത്തു ദിറാസിയ. താഴെ കൊടുത്തതിൽ നിന്ന് അൻശിദത്തു ദിറാസിയ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആക്ടിവിറ്റി ആണ്. ലേണിംഗ് ആക്ടിവിറ്റിയില് മാ ലഅല്ലഹു എന്ന് പറഞ്ഞ അർത്ഥം അല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാവുന്നതാ. അപ്പൊ മാല അല്ല എന്ന് പറയുമ്പോ എന്താണ്? ആവാൻ സാധ്യതയില്ലാത്തത്, ആവാതിരിക്കാൻ സാധ്യതയുള്ള സാധനം ഏതാന്നാ ചോദ്യം. എന്ന് വെച്ചാൽ പഠന പ്രവർത്തനം അല്ലാത്തത് ഏതെന്നാ. 4 ഓപ്ഷൻസ് ഉണ്ട്. يجتمع الطلاب والمعلم في حفل الزواج، تحتفل المدرسة مع عرض الكتب، أجرى طلاب الحوار بينهم داخل الفصل، يزور الطلاب والمعلم جامعة قرب المدرسة. 4 ഓപ്ഷൻസ് ഉണ്ട്. ഒരുവിധം ആളുകളൊക്കെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ എന്താണ്? വിദ്യാർത്ഥിയും അധ്യാപകനും കൂടെ സ്കൂളിന്റെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ പോകുന്നു. പഠന പ്രവർത്തനമാണോ? അല്ലേ? ആണ്. അതുപോലെ വിദ്യാർത്ഥികൾ എന്താണ്? ക്ലാസ് റൂമിന്റെ അകത്ത് ഒരു കോൺവെർസേഷൻ നടത്തുന്നു. പഠന പ്രവർത്തനമാണ്. സ്കൂളിൽ ഒരു മഅറുൽ കുത്തുബ് ബുക്ക് എക്സിബിഷൻ നടത്തുന്നു. പഠന പ്രവർത്തനമാണ്. ഒന്നാമത്തെ അധ്യാപകനും വിദ്യാർത്ഥിയും കൂടെ കല്യാണത്തിനാണ് ഹഫ്ലുസ് ദിവാജ് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. അതിൽ ഒരുമിച്ച് കൂടുതൽ പഠന പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടി. ആൻസേഴ്സ് വരട്ടെ. ബി പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്. ബി വരുന്നുണ്ട്, സി വരുന്നുണ്ട്. എയും ഡിയും കൂടെ വന്നാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ കൊടും ഭീകരരെ ഒരു വിധത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. കൊടും ഭീകരരെ കണ്ടാൽ ഉടനെ നമ്മൾ നോക്കണം. ഇഖ്തറശാദ്, ഒറ്റപ്പെട്ടത് തെരഞ്ഞെടുക്കുക. വട്ടടണം. കണ്ടോ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വട്ടോ വരോ എന്തെങ്കിലും ഇട്ട് വെക്കുക. മിൻ തസ്രീഹാത്തിലാത്തിയ, താഴെ കൊടുത്തതിൽ നിന്ന് ഇവാലുവേഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ കൂട്ടത്തിൽ തെറ്റായത് ഒറ്റപ്പെട്ടത് തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, തഖ്വീം അമലിയത്തുൽ മുസ്തമിറ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഇവാലുവേഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഗാലിബൻ ലാ യഅകിസു തഖ്വീം അൽ മുസ്തവ അത്ഹഖീഖ ലിത്തുല്ലാബ്. കുട്ടികളുടെ ആക്ച്വൽ ലെവൽ, കുട്ടി ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചിരിക്കണേ, കുട്ടിന്റെ ലെവല് നമുക്ക് ഇവാലുവേഷനിലൂടെ ലാ യഅകിസു റിഫ്ലക്ട് ചെയ്യുകയില്ല. പൊതുവെ ഇവാലുവേഷൻ നടത്തിയ കുട്ടിന്റെ ലെവലൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. തഖ്വീം മുർത്തകിസുൻ അൽ അമലിയ. ഇവാലുവേഷൻ എന്ന് പറയുന്ന സാധനം അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പൊ താഴെ കൊടുത്തതിലെ ഇവാലുവേഷനെ കുറിച്ച് ഒറ്റപ്പെട്ടതാ തിരഞ്ഞെടുക്കേണ്ടത്.
അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ ഇതിലും വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരും. അപ്പോ നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ആണ് ഈ സാധനം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ വായിച്ചു നോക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എക്ക് വരികയാണ് ഓൺലി വൺ. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി വായിക്കാൻ പോകും. പിന്നെ 2 ഒന്നുകൂടെ വായിക്കാൻ പോകും. നമുക്ക് ഒരുപാട് ടൈം മിസ്സാകുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ എക്സാം പേപ്പറിൽ പ്രതീക്ഷിക്കണം. മറ്റന്നാൾ നിങ്ങൾക്ക് പോകുമ്പോൾ അത് പേപ്പറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തവണ നോക്കുക, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തിരികെ വരിക. ഓക്കെ, ഓൺലൈൻ എക്സാം ആകുമ്പോൾ സമയം ഉണ്ടാകും, കറുപ്പിക്കാൻ ബബിൾ ചെയ്യാനുള്ള സമയം നമുക്ക് കുറഞ്ഞു കിട്ടും, ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, ടൈം നമുക്ക് കിട്ടും കൂടുതൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിൽ വെറുതെ മുട്ടിട്ടിരിക്കരുത്, ബാക്കിയുള്ള ഭാഗം നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ചു വരാൻ. അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക. അല്ലെ, ഇവാലുവേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ശരിയാണ്. ഒരു ഒറ്റ കൊല്ലം പരീക്ഷ കൊണ്ട്, അരക്കൊല്ലം പരീക്ഷ കൊണ്ട്, കാക്കൊല്ലം പരീക്ഷ കൊണ്ട് തീരുന്നതല്ല, വർഷം ഫുള്ളുള്ളതാണ് ഇവാലുവേഷൻ, ശരിയാണ്. അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, വെറും ചോദ്യ പേപ്പർ നോക്കി ഉത്തരം എഴുതലല്ലപ്പോ, എല്ലാവിധ ഇവാലുവേഷനും ഉണ്ട്, അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇവാലുവേഷൻ ലായാക്കിസു, പൊതുവെ ഇവാലുവേഷൻ കുട്ടിയുടെ യഥാർത്ഥ ലെവലിനെ റിഫ്ലക്ട് ചെയ്യൂല. എന്ന് വെച്ചാൽ കുട്ടി എത്രത്തോളം പഠിച്ചു, കുട്ടിക്ക് എന്തൊക്കെ അറിയാം, കുട്ടിന്റെ ലെവല് നമുക്ക് ഇവാലുവേഷനിലൂടെ മനസ്സിലാവൂല എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതാണ് ഒറ്റപ്പെട്ടത് 2 അല്ലെ. പിന്നെ നമ്മൾ നോക്കണം ഇതെവിടെയെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഇത് അവിടെ ഉണ്ട്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഈ തരത്തില് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ ഇതിനെ പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പെഡഗോജിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഹാൻഡ് ബുക്കിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, യെസ്, ഒരുപാട് ഏരിയ വരുന്ന ഒരു ഭാഗമാണ്. പെഡഗോജിയുടെ ഒരു അബോവ് 50% ചോദ്യങ്ങളൊക്കെ ഹാൻഡ് ബുക്കിന്റെ അകത്തു നിന്നാണ് വന്ന് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലെ പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രം ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ലിങ്ക് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് ബുക്കുകൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബുക്കിൽ പ്രധാനമായിട്ടും ഇങ്ങനെ 5 ഏരിയ ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇത്തിജാഹുൻ ആം, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ജനറൽ ആയിട്ടുള്ള ഇത്തിജാഹുൻ ആം എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ളതുണ്ട്, ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചിട്ടുണ്ട്, മെന്ററിംഗ് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്. ഇങ്ങനെ 5 ഏരിയകളായിട്ടാണ് നമുക്ക് ഹാൻഡ് ബുക്കിന്റെ ഫസ്റ്റ് ഭാഗത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് മറ്റന്നാൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. എല്ലാവരും റെഡി അല്ലേ? റെഡി അല്ലേ? ഉഷാറായിരിക്കങ്ങളെ. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ചോദ്യം കൊണ്ട് നമുക്ക് തുടങ്ങാം. യെസ്, ليس من أغراض التربية حسب الإطار المنهجي الدراسي الوطني 2005. യെസ് ആൻസേഴ്സ് വരുന്നുണ്ട്. യെസ്, നമ്മൾ കൂടുതൽ സമയം അതിനെടുക്കുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാം. റബത്തുൽ മഅരിഫ ബിൽ ഹയാത്ത് ഫി ഖാരിജിൽ മദ്രസ, സ്കൂളിന്റെ പുറത്ത്, ഖാരിജിൽ മദ്രസ പറഞ്ഞ ഔട്ട്സൈഡ്, സ്കൂളിന്റെ പുറത്ത് നമ്മുടെ ലൈഫുമായി നമുക്കുള്ള അറിവിനെ ബന്ധപ്പെടുത്തുക. അല്ലെ, ലൈഫ് സ്കൂളിൽ പഠിച്ച സാധനം പുറത്തുള്ള ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുക. പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ കൂട്ടലും കുറക്കലൊക്കെ പഠിച്ചിട്ട് പീടി പോയിക്കാണ്ട് 2 കിലോ പഞ്ചാര വാങ്ങിയിട്ട് ബാക്കി ചോദിച്ചു വാങ്ങാൻ അറിയില്ലെങ്കിൽ അത് മാത്സ് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ പഠിച്ച അറിവ് എന്താണ്, സ്കൂളിന് പുറത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. പഠനം എന്ന് പറയുന്ന സാധനം കാണാപാഠം പഠിക്കുക, വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊല്ലി പഠിക്കുന്ന സാധനം അല്ല എന്ന് ഉറപ്പ് വരുത്തുക. ലൈസത്ത് മഹ്സൂറ അൽ ഹിഫ്ള്, ബൈ ഹേർട്ട് പഠിക്കുക, കാണാപാഠം പഠിക്കുന്നതിലല്ല പഠനം എന്ന് ഉറപ്പ് വരുത്തുക. തഅരീഫ് ബി കഫാഅത്തിൽ മനാഹിജ് ദിറാസിയ, നമ്മുടെ കരിക്കുലത്തിന്റെ എഫിഷ്യൻസി, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ള ആളുകൾ, അതേഴ്സ്, മറ്റുള്ള ആളുകൾ, ഔട്ട്സൈഡ്, നമ്മുടെ പുറം ലോകവുമായും മറ്റുള്ള ആളുകളും എന്നൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റ് അതും ഇല്ലാതിരിക്കുക. ബാക്കിയുള്ള ആളുകളുമായി ഇന്ററാക്ട് ചെയ്ത് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാതിരിക്കുക. കരിക്കുലത്തിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് ബോധം ഉണ്ടാവുക. കാണാപാഠം പഠിക്കലല്ല പഠനം എന്ന് ഉറപ്പുവരുത്തുക.
സ്കൂളിന്റെ പുറത്ത് നമ്മുടെ ലൈഫുമായിട്ട് അറിവിനെ ബന്ധിപ്പിക്കുക. ഇതിലേതാണ് 2005 കരിക്കുലം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളിൽ പറയാത്തത് ഏതാണ്? വെരി ഗുഡ്, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഈ അതുമ കണ്ടില്ലെങ്കിൽ പെട്ടു. അതുമ നിങ്ങൾ കാണണം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഭീകരന്മാരെ കൂട്ടത്തിൽ പെട്ട ആളാണ് അതുമ. അതുമ പറഞ്ഞാൽ ഇല്ലാത്തത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോ നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് ആദ്യം പറയുന്ന ഒരു ഭാഗമാണ് എന്ത്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അൽ ഇത്താറുൽ മൻഹജി അദ്ദിറാസി അൽ വതനി 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. എന്തൊക്കെയാണ് അതില് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്? ഒന്നങ്ങോട്ട് ഓടിച്ച് പറയാം. ഒന്നാമത്തത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, റബ്തുൽ മഅരിഫ ബിൽ ഹയാത്ത് ഫി ഖാരിജിൽ മദ്രസ. നമ്മൾ സ്കൂളിന്റെ പുറത്ത്, സ്കൂളിന്റെ ഔട്ട്സൈഡിൽ നമ്മളുടെ അറിവിനെ ബന്ധിപ്പിക്കാൻ പറ്റണം. സ്കൂളിൽ നിന്ന് പഠിച്ച സാധനം പുറത്തു കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റണം. അതാണ് എന്ത്? ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് നമ്മളിപ്പോ പറഞ്ഞത് കാണാ പാഠം പഠിക്കുക, അല്ലെ? ബൈഹാർട്ട് പഠിക്കലല്ല പഠനം എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ കരിക്കുലത്തിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് മനസ്സിലാക്കുക, അറിയുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്നും മറ്റുള്ള പുറം ലോകത്തു നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വ്യക്തിയും സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ അതുമായിട്ട് എന്താണ് ചേർന്ന് നിൽക്കുന്നതും അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമായിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും നടത്തേണ്ടത്. ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ അറബിയിലുള്ള പേര് ഓർത്തു വെച്ചോളി, അൽ ഇത്താറുൽ മൻഹജി അദ്ദിറാസിൽ വതനി 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അതിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളായി പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ. അറിവ് സ്കൂളിന്റെ പുറത്തേക്കും ഉപയോഗിക്കാൻ പറ്റുക, കാണാപാഠമല്ല പഠനം, കരിക്കുലത്തിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് മനസ്സിലാക്കുക, സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, ടെസ്റ്റുകളൊക്കെ നമ്മുടെ പഠന പ്രവർത്തനങ്ങളുമായി യോജിച്ചതാവുക. ഇങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോ ഈ കരിക്കുലം എന്ന് പറയുന്ന ഭാഗം മൻഹജിനെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങളൊരു ചോദ്യം വേഗം ആൻസർ പറയും. യെസ്, സിമ്പിളായ ചോദ്യമാണ്. പെട്ടെന്ന് താഴെ കൊടുത്തിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. തെറ്റായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, തൻളീം വതഖ്തീത് ലിഅൻശിയത്തുൽ മുതഅല്ലിമീൻ. എന്താണ് കരിക്കുലം എന്ന് പറഞ്ഞാൽ? കരിക്കുലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലം അത് തൻളീം വതഖ്തീത് ലിഅൻശിയത്തുൽ മുതഅല്ലിമീൻ, സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥികളുടെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുന്നതും അതിനെ ഓർഗനൈസ് ചെയ്യുന്നതുമാണ് കരിക്കുലം. അതുപോലെ അൽ അൻഷിത ദാഖിൽ മദ്രസ വ ഖാരിജഹ, നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് അത് സ്കൂളിന്റെ അകത്തും ഉണ്ടാകും, വഖാരിജ് അതിന്റെ പുറത്തും ഉണ്ടാകും. പഠന പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ അകത്തുണ്ട് പുറത്തുണ്ട്. അൽ കിതാബുൽ മുഖറർ ഹുവ മൻഹജുദ് ദുറാസി, ടെക്സ്റ്റ് ബുക്കാണ് കരിക്കുലം. ടെക്സ്റ്റ് ബുക്കാണ് കരിക്കുലം. മജ്മുഅത്തു മിനൽ മവാദ് വൽ മുഖററാത്തു ദുറാസിയ, പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ ബാക്കി എല്ലാ ടൂളുകളുടെയും ഒരു കൂട്ടമാണ് കരിക്കുലം. ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. വെരി ഗുഡ്, എല്ലാവരും ആൻസർ പറഞ്ഞു. ഓപ്ഷൻ സി ആണ്. കാരണം കുട്ടികളുടെ എല്ലാ പ്രവർത്തനവും ഓർഗനൈസ് ചെയ്യൽ തന്നെയാണ് കരിക്കുലേ. സ്കൂളിന്റെ പുറത്തും അകത്തൊക്കെ ഉണ്ടാവും പ്രവർത്തനങ്ങൾ. അതുപോലെ എല്ലാ സാധനങ്ങളും കൂടെ ചേർന്ന് പറയുന്ന പേരിനാണ് കരിക്കുലം. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം കരിക്കുലവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ചോദ്യമാണ്. ഹാൻഡ് ബുക്കിന്റെ ബേസിൽ വന്ന ഒരു ചോദ്യമാണ്. യെസ്, اختر صحيحة من التصريحات الآتية. ما هي ميزة المناهج الدراسية المتبعة حاليا؟ എന്താണ് പറയുന്നത്? താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന, നമ്മൾ ഇപ്പോൾ നിലവിൽ ഫോളോ ചെയ്യുന്ന, കറന്റ്ലി ഫോളോവിങ്, ഇപ്പൊ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നോക്കൂ.
التركيز على الإنجازات التعليمية لدى الدارسين على السطح العقلي والعملي. ഇപ്പോഴത്തെ കരിക്കുലം തെർക്കീസ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻഡസത്ത് താലിമിയ പഠന നേട്ടങ്ങളെയാണ്. പഠന നേട്ടങ്ങൾ, എങ്ങനത്തെ നേട്ടങ്ങൾ? ദാരസിൽ കുട്ടികളുടെ നേട്ടങ്ങൾ. എന്തൊക്കെ മേഖലയിലുള്ള നേട്ടങ്ങൾ? അഖലി ബുദ്ധിപരവും വല അമലി, അമലി ആയാലും ഇൽമി ആയാലും ഒക്കെ പ്രവർത്തനപരവും ബുദ്ധിപരവുമായ മേഖലയിൽ കുട്ടികളുടെ പഠന നേട്ടങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് തെർക്കീസ് അല തെൻഷിയത്തി ദാരിസ്, ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയെ അത് ഫോക്കസ് ചെയ്തിരിക്കുന്നു. എങ്ങനെയൊക്കെ, എന്തൊക്കെ വളർച്ച? ഇജ്തിമാഇയൻ, സാമൂഹികമായ വളർച്ച. വിഫ്ഖ അലൽ ഇക്തിസാബിൽ മആരിഫ് തരീഖത്തു ദിറാസ തശാറുകിയ, കൊളാബറേറ്റീവ് ലേണിംഗ്, പരസ്പരം കുട്ടികൾ ചേർന്ന് പഠിച്ചുകൊണ്ടൊക്കെ അറിവ് നേടി അങ്ങനെ കുട്ടി സാമൂഹികമായി വളരുന്നതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അൽ ഖായിം അല നദറിയത്തിൽ ബന്നാഇയ അൽ അൽമിയ, കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിലാണ് അത് നിലകൊള്ളുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കരിക്കുലം എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് ഇതിൽ വരിക? വെരി ഗുഡ്, നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓൾ ഓഫ് ദി അബോ, ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ഒരു HSAക്ക് വന്ന ചോദ്യമാണത്. ഓക്കെ, അപ്പൊ തഅലീമിയ അതെന്താണ്? കുട്ടികളുടെ എല്ലാ മേഖലയും അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടുന്നാണ് ഈ ചോദ്യം വന്നത്? ഇതാ ഹാൻഡ് ബുക്കിന്റെ അകത്ത് നിന്ന് വന്ന ചോദ്യമാണിത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞെടുത്ത് വന്ന ചോദ്യമാണിത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകത. ഒന്നാമത്തത് ഇത് തന്നെയാണ്, മുത്തറക്കിസുന ദാരിസീൻ, അത് സ്റ്റുഡന്റ് സെൻട്രിക് ആണ്, വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാ. വൽമുർത്തബിത്തും ബിൽ അമലിയാത്ത്, വൽ അമലിയാത്ത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇപ്പോഴത്തെ കരിക്കുലം എങ്ങനെയാണ്? ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, അതുപോലെ തന്നെ സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നോക്കിയേ നിങ്ങൾ, അത്തർക്കീസ്, ഇപ്പോഴത്തെ കരിക്കുലം ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇൻദസത്തു താലീമിയ, പഠന നേട്ടങ്ങൾ. അത് ഒരു മേഖലയിലൊന്നും പോരാ മക്കളെ. പിന്നെ ഏതൊക്കെയാ? സത്ഹൽ അഖലി, ബുദ്ധിപരമായ മേഖലയിൽ വേണം. വഅമലി, പ്രവർത്തനപരമായ മേഖലയിൽ വേണം. വൽമൗഖിഫി, നിലപാടിൽ വേണം. വൽഖിയമി, വാല്യൂസിൽ വേണം. എല്ലാ മേഖലയിലും കുട്ടിക്ക് പഠന നേട്ടം ഉണ്ടാവണം എന്നാണ് ഇപ്പോഴത്തെ കരിക്കുലം പറയുന്നത്. അതുപോലെ തന്നെ ഖായിം അലാ നദറിയത്തുൽ ബന്നാഇയ അൽ ഇൽമിയ, അത് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിലാണ് നിലകൊള്ളുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിലാണ് അത് നിൽക്കുന്നത്. അതുപോലെ തന്നെ അത്തർക്കീസ് അല തൻഷിയത്തി ദാരിസ് ഇജ്തിമാഇയൻ മഅ ഇക്തിസാബിൽ അൽ മആരിഫ് ബിതശാറുകിയ, കൊളാബറേറ്റീവ്, കുട്ടികൾ പരസ്പരം ചേർന്ന് പഠിക്കുക, അങ്ങനെ കുട്ടി സാമൂഹികമായിട്ട് വളരുക, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ കൊടുത്ത സാധനങ്ങൾ, ഈ 3 സ്റ്റേറ്റ്മെന്റ് ഇട്ടുകാണ്ടാണ് നമുക്ക് ചോദ്യം വന്നത്. അതാണ് ഹാൻഡ് ബുക്കിന്റെ പവർ മക്കളെ. ഇതേമാതിരി ഇങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ഇട്ട് ക്വസ്റ്റ്യനുകൾ ഇട്ടുകാണ്ട് ചോദിക്കും. അപ്പോ ഇതിന്റെ ഓരോ മുക്കും മൂലം നമുക്ക് അറിയണം. അപ്പോ ഇതിന് കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാം. അധ്യാപകനത് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എന്തിന്? താലിമിയ, പഠിപ്പിക്കാനുള്ള സ്ട്രാറ്റജി, നമുക്ക് വേണ്ട സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ ഇപ്പോഴത്തെ കരിക്കുലം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത്. എന്താണ്? നമ്മുടെ ടീച്ചേഴ്സ് അവർക്ക് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്, ഖാനൂനുൽ അഖ്ലാഖിയാത്തുൽ ഹറഫിയ ലി മുദരിസിൽ മദാരിസ്, എന്താണ്? സ്കൂളില് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്, ടീച്ചേഴ്സിന് ഓരോരുത്തർക്കും വേണ്ട ഓരോ ഗുണങ്ങളുണ്ട്, അവർക്ക് വേണ്ട എത്തിക്സ്, അവർ പാലിക്കേണ്ട എത്തിക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? അശാമിൽ ഇബ്തിദാഉ മിൻ റൗദത്തിൽ അത്ഫാൽ സാനവിൽ ആലിയ, KG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മൊത്തം കാര്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ കരിക്കുലമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? നമ്മുടെ കേരളത്തിന് കേരളത്തിന് ഏകീകൃതമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്ന രീതിയുണ്ട് അല്ലെ. എല്ലാ സ്കൂളുകൾക്കും കേരള ബോർഡിൽ പഠിക്കുന്നവർക്കൊക്കെ കുറെ ടെക്സ്റ്റ് ബുക്കാ, ഏകീകൃത ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിന്റെ പ്രത്യേകത? അത് വിദ്യാർത്ഥി സ്റ്റുഡന്റ് സെൻട്രിക് ആണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, കുട്ടിയുടെ ബുദ്ധിപരവും പ്രവർത്തനപരവും നിലപാടുപരവും വാല്യൂസും എല്ലാ നേട്ടങ്ങളെയും ഫോക്കസ് ചെയ്യുന്നതാണ്, കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിലുള്ളതാണ്. കുട്ടി കൂട്ടമായി പഠിച്ചിട്ടൊക്കെ കുട്ടിക്ക് സാമൂഹികമായ വളർച്ച ഉണ്ടാക്കുന്നതിന്റെ ബേസിലുള്ളതാണ്.
അധ്യാപകർക്ക് അവർക്ക് വേണ്ട സ്ട്രാറ്റജി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അധ്യാപകർക്ക് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് വേണം. അതുപോലെ LKG മുതൽ അങ്ങോട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള ബൃഹത്തായ ശൃംഖല, അതുപോലെ ടെക്സ്റ്റ് ബുക്കിന് ഒരു ഏകീകൃത സമ്പ്രദായം, ഇതൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിന്റെ പ്രത്യേകതകളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഇത് പറഞ്ഞത്. പിന്നെ നിങ്ങൾ 3 അറബി ഇംഗ്ലീഷ് ടേംസ് ഒന്ന് ഓർത്തു വെക്കുക. തജാറുബുദ്ദിറാസ ലേണിംഗ് എക്സ്പീരിയൻസ്, ജൗവുദ്ദിറാസ ലേണിംഗ് എൻവയോൺമെന്റ്, അമലിയത്തുദ്ദിറാസ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എൻവയോൺമെന്റ്, ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പോ ജൗവുദ്ദിറാസയില് ഒരു ലേണിംഗ് എൻവയോൺമെന്റില് ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നു എന്നാണ്. അപ്പൊ തജാറുബുദ്ദിറാസ ലേണിംഗ് എക്സ്പീരിയൻസ്, ജൗവുദ്ദിറാസ ലേണിംഗ് എൻവയോൺമെന്റ്, അമലിയത്തുദ്ദിറാസ ലേണിംഗ് പ്രോസസ്സ്. ഓക്കെ, ആ ടേംസ് അതിന്റെ ഇംഗ്ലീഷിലും അറബിയിലുമുള്ള ടേംസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്താണ് എന്നുള്ളതും കൂടെ നമുക്കൊരു ചെറിയ ധാരണ വേണം. കാരണം ഇതിന്ന് പൂരിപ്പിക്കാനുള്ള ചോദ്യം വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഹാൻഡ് ബുക്കിന്റെ ഉള്ളിൽ നിന്നേ 1-2 വരി നിൽക്കാണ്ട് പൂരിപ്പിച്ചാൽ ചോദ്യം ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവേ. നോക്കിയേ, എന്താ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ എന്താ? കുട്ടിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണം എന്ന് അറിയില്ലേ? എന്താണ് ഈ ലേണിംഗ് എക്സ്പീരിയൻസ്? അൽ മഅലൂമാത്ത്, കുട്ടിക്ക് കിട്ടുന്ന അറിവ്, നോളേജ്, വൽ മഖ്ദറാത്ത്, കഴിവ്, കുട്ടിയുടെ താല്പര്യങ്ങള്, അത് ഒക്കെ എന്താണ്? തഖ്തലിഫു ബിഖ്തിലാഫി ളുറൂഫിഹിം വബിഅതിഹിം, അവർ ഓരോരുത്തരുടെയും സന്ദർഭങ്ങള്, സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന നേച്ചർ, അവരുടെ ചുറ്റുപാട് മാറുന്നതിനനുസരിച്ച് ഓരോ കുട്ടിയുടെയും ആഗ്രഹങ്ങളും കഴിവുകളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോ തജാറുബുദ്ദിറാസ, നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ബിഇഅ്തിബാരി ഹാദ തനവ്വു, ഈ വ്യത്യസ്തത പരിഗണിച്ചിട്ട് വേണം. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. വൽ ഫുറൂഖു ശഖ്സിയ, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ കുട്ടിക്കും ഓരോ കഴിവാ, ഓരോ കുട്ടി ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാ. അപ്പൊ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഈ വ്യത്യസ്തതയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അവർക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത്. മാത്രല്ല മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, നിങ്ങൾ എല്ലാവരും കേട്ട തിയറി ആയിരിക്കും ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. 9 ടൈപ്പ് ബുദ്ധി ഉണ്ട് എന്നാ. അതിൽ എല്ലാ കുട്ടികൾക്കും 9 ഉണ്ടാവില്ല. ചിലർക്ക് 4, ചിലർക്ക് 3, ചിലർക്ക് 2. അങ്ങനെ പല കുട്ടികൾക്കും പല ടൈപ്പ് കഴിവുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കുട്ടിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത്. അടുത്തതാണ് സ്റ്റാർ. നോക്കിയേ, മതിയായ രീതിയിലുള്ള പഠനാനുഭവം ഒരു കുട്ടിക്ക് നൽകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ലേണിംഗ് ഔട്ട്കം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. നവാസുജു തഅല്ലുമിയ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഔട്ട്കം. നമ്മൾ ഉദ്ദേശിച്ച ലേണിംഗ് ഔട്ട്കം നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു കുട്ടിയിൽ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ പറയുന്ന ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കണം. എന്തിനാ ഞാൻ ഇത്രയും നേരം വഴു പറഞ്ഞത്? എത്ര നേരം വഴു പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ഒരു ചോദ്യം കാണുമ്പോ. നോക്കിയേ, ലേണിംഗ് എൻവയോൺമെന്റ് ജൗവുദ്ദിറാസ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ സാധനം തന്നെ. യജിബു ഇഅ്ദാദുൽ ഫുസൂലുദ് ദിറാസിയ, നമ്മൾ നമ്മുടെ ക്ലാസ് റൂമുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ഉണ്ടാക്കേണ്ടത്? ബിഹൈസു യുശാരിക്കു ദാരിസൂൻ ഫിശത്തൽ അൻസിദ് ദിറാസിയ ഇഅ്തിബാർ ലിറഗ്ബത്തി ദാരിസീൻ, കുട്ടികളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങളില് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ക്ലാസ് റൂം എങ്ങനെ? എല്ലാ കുട്ടികളുടെയും താല്പര്യം അനുസരിച്ച് അവർക്ക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് റൂം നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ യജിബു അൻ തകൂനൽ അൻഷിത, നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി എങ്ങനെ ആയിരിക്കണം? മുർത്തഖിസത്തുൻ അലദ്ദാരിസ്, കുട്ടിയെ സ്റ്റുഡന്റ് സെൻട്രിക് ആയിരിക്കണം, കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം. വൽജവുദ്ദിറാസി, അങ്ങനെ നമ്മുടെ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെ ആയിരിക്കണം? യംബഗി അൻ യകൂന മിൻവാൽ, അതിന്റെ അതേ മാതൃകയിലായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ ഈ പറഞ്ഞത്? കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന, കുട്ടിയെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളും അതിന്റെ അതേ മാതൃകയിലുള്ള ക്ലാസ് റൂം അന്തരീക്ഷവുമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇവിടുന്ന് പരീക്ഷയ്ക്ക് വന്ന 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കൂ. ആരൊക്കെയോ സ്ക്രീന് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആയിരിക്കും എന്ന് കരുതുന്നു. നോക്കൂ.
യെസ്, വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ലൈസമിൻ ചൊവ്വുത്തതിരീസ്, താഴെ കൊടുത്തതിൽ ലേണിംഗ് എൻവയോൺമെന്റിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അൽ ഇസ്തിറാഖു ഫിൽ ഇൽറാബ്, തഅല്ലമുൽ ജമാഇ, അത്തഅല്ലമു തആവുനി, തഅല്ലമു തശാറുക്കി. എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ് അല്ലെ. തഅല്ലുമുൽ ജമാഇ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആയിട്ട് പഠിക്കലാണ്. തആവുനി അറിയുമ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. തശാറുക്കി എന്ന് പറയുമ്പോൾ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രൈക്ക്, എന്താണ്? സമരത്തിൽ പങ്കെടുക്കുക. സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എന്തല്ല? ഒരു പഠനാന്തരീക്ഷമല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കിയേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. إنما تحقق نواتج تعليمية بمجرد تزويد الدارس بداية الدراسة الكافية. ഒരു കുട്ടിക്ക് മതിയായ എന്ത് നൽകുമ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലേണിംഗ് ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്ത് കൊടുക്കുമ്പോഴാ? തനാഖുഷ്, പഠനത്തിന്റെ ഡിസ്കഷൻ കൊടുക്കുമ്പോഴാണോ? പഠനത്തിന്റെ ഇന്ററാക്ഷൻ കൊടുക്കുമ്പോഴാണോ? പഠനത്തിന്റെ ഷെയറിങ് കൊടുക്കുമ്പോഴാണോ? പഠനത്തിന്റെ എക്സ്പീരിയൻസ്, അനുഭവം കൊടുക്കുമ്പോഴാണോ? എപ്പോഴാണ്? നമ്മളിപ്പോ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇതാ ഈ വാക്ക് അതേമാതിരി പൂരിപ്പിക്കാൻ വന്നതാ. അതാണ് ഹാൻഡ് ബുക്കിന്റെ പ്രത്യേകത. എപ്പോഴാണ്? തജാറുബ് ദിറാസ. തജാറുബ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തജാറുബ്, പഠനാനുഭവം നൽകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് പഠന ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഈ പഠന ലക്ഷ്യം? പഠന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നവാസിജ് ലേണിംഗ് ഔട്ട്കം. എന്താണ് ഈ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാല്? ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് തഹ്സീൽ ലദദ്ദാരിസീൻ ഫി മറാഹിലിൻ മുഖ്തലിഫ, പല പല ഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ ഘട്ടങ്ങളിലെ ഒരു കുട്ടി എന്താണോ നേടിയെടുത്തത് അതിന് പറയുന്ന പേരാണ് ലേണിംഗ് ഔട്ട്കം. കുട്ടി പല പല ഘട്ടങ്ങളിലായി കുട്ടി നേടിയെടുത്ത കാര്യമാണെന്ത്? ലേണിംഗ് ഔട്ട്കം. അതിൽ എന്തൊക്കെ ഉണ്ടാകും? തതളമ്മനു മആരിഫ്, നോളേജ് ഉണ്ടാകും. മൽക്കാത്ത്, സ്കില്ലുകൾ ഉണ്ടാകും. ദിഹ്നിയാത്ത്, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകും. ഖിയം, വാല്യൂസ് ഉണ്ടാകും. ആ കുട്ടി പഠനം കഴിഞ്ഞതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ അറിവ് നേടിയോ, എന്തൊക്കെ സ്കില്ല് നേടിയോ, എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് നേടിയോ, എന്തൊക്കെ വാല്യൂസ് ആ കുട്ടിക്ക് കിട്ടിയോ, അത് മൊത്തം ചേർന്ന സാധനത്തിന് പറയുന്ന പേരാണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്ന സാധനം. അപ്പോ ഈ ലേണിംഗ് ഔട്ട്കം എന്തായിരിക്കണം? തകൂനു ഖാലി അലിൽ മുലാഹള, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. ഈ കുട്ടി നേടിയിക്കണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റുന്നതായിരിക്കണം. വസാലിഹത്തുൽ ഇഖ്തിബാർ, മനസ്സിലായാൽ മാത്രം പോരാ, ടെസ്റ്റ് ചെയ്യാനും പറ്റണം. ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടൊക്കെ പഠിപ്പിച്ചുകൊള്ളു, പക്ഷെ പരീക്ഷക്ക് കുട്ടിക്ക് ഒന്നിനും വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കത് ഇവിടെ കുട്ടികളെ അത് ടെസ്റ്റ് ചെയ്യാനും അത് ഒബ്സർവ് ചെയ്യാനും എന്ത് ചെയ്യണം? പറ്റണം. അങ്ങനത്തെ ലേണിംഗ് ഔട്ട്കം വേണം. മാത്രല്ല മുക്തസിബത്തുൻ ഫി മുദ്ദത്തിൻ വജീസ, ഒരു കുറഞ്ഞ ഷോർട്ട് ടൈം സ്പാനിൽ പറ്റുന്നതും വേണം. വത്തവീല, ലോങ് ടൈമിൽ പറ്റുന്നതും വേണം. കുറഞ്ഞ സമയം കൊണ്ട് നേടാൻ പറ്റുന്നത്. ഇപ്പോ ഒരു അക്ഷരം പഠിക്കുക, അലിഫ് പഠിക്കുക, അക്ഷരത്തിന്റെ ഉച്ചാരണം പഠിക്കുക എന്നുള്ളത് ഒരു ഷോർട്ട് ടേം ആയിട്ട് പറയും. അതുപോലെ തന്നെ മറ്റു പല വാല്യൂസ് ഉണ്ടാകുമ്പോ അതൊക്കെ എന്താണ്? തൊവീല. അങ്ങനെ പല ടൈപ്പിലുള്ള ലേണിംഗ് ഔട്ട്കമ്മുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു കുട്ടി പഠനത്തിൽ നേടുന്ന മൊത്തം കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ലേണിംഗ് ഔട്ട്കം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് തജ്ഹീസാത്ത്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അൽഫുറസ്, ഒരുപാട് അവസരങ്ങളുമുണ്ട്. എന്തൊക്കെയാണ്? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ടേംസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. തജ്ഹീസാത്ത്, നമ്മുടെ സ്കൂളിന്റെ അകത്തുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട്? മക്തബ, ലൈബ്രറികളുണ്ട് കുട്ടികൾക്ക്. അഥവാ ദിറാസ, ലേണിംഗ് ടൂളുകൾ ഉണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ്, മാത്സ് ലാബ്, സയൻസ് ലാബ് തുടങ്ങിയിട്ടുള്ള പല ലാബുകളുണ്ട്. ലാഇഹാത്തുൽ അർള് അല്ലെ, എന്താണ്? ഈ പ്രദർശന ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ വസായിലു സമഇയ്യ വൽ ബസരിയ, എന്തൊക്കെയുണ്ട്? ഓഡിയോ വിഷ്വൽ എയ്ഡുകളുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ട സാധനങ്ങൾ, സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളുകളുണ്ട്. ലൈബ്രറി ഉണ്ട്, പഠന ടൂളുകളുണ്ട്, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ് ഉണ്ട്, പ്രദർശന ബോർഡുകളുണ്ട്, ഓഡിയോ വിഷ്വൽ എയ്ഡുകളുണ്ട്. മാത്രമല്ല പല അവസരങ്ങളുണ്ട്. മജാലിസുൽ അത്ഫാൽ, കുട്ടികളുടെ പല രീതിയിലുള്ള സഭകൾ. താബൂർ എന്ന താബൂർ വാക്ക് മറക്കരുത്, അസംബ്ലിക്ക് പറയുന്ന പേരാണ് ത്വാബൂർ, അസംബ്ലിന്റെ. മസാരിഹുൽ മുനാഖിഷാത്ത്, ചർച്ചകൾക്കുള്ള വേദികളുണ്ട്. മഹ്റജാനാത്ത്, പല ടൈപ്പിലുള്ള ഫെസ്റ്റുകളുണ്ട്. മുൻതദയാത്ത്, പല ടൈപ്പിലുള്ള ക്ലബുകളുണ്ട്. രഹലാത്തു ദിറാസിയ, പല പഠന യാത്രകൾ, ജേണികളുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്കുള്ള അവസരങ്ങളാണുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,
അപ്പൊ അത് ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഞാൻ അയക്കുന്ന നോട്ട്സിന്റെ അകത്ത് ഉണ്ടാകും. എന്നാലും ഞാൻ ഇവിടെ മീനിങ് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അപ്പോ നമ്മുടെ സ്കൂളിലുള്ള തെജ്ഹീസാത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങളാണിത്. ഇതിന്റെ അറബിയിലുള്ള പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം അത് ട്രാൻസ്ലേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഹാൻഡ് ബുക്ക് എടുത്ത് നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ണുപെടാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണിത്. കാരണം അത് ഇംഗ്ലീഷിലും അറബിയിലും ഇങ്ങനെ ബ്രാക്കറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരം പെഡഗോജിന്ന് എപ്പോഴും ഒരു ട്രാൻസ്ലേഷൻ ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, അൽ അഷ്ബാൽ ഷുർത്ത അത്തുല്ല, ഇത് ചോദിച്ചിട്ടില്ല കേട്ടോ. നാഷണൽ സർവീസ് സ്കീം NSS, മഷ്റൂ അൽ ഖിദ്മാത്തുൽ വത്തനിയ, കെഷാഫ സ്കൗട്ട്, അതുപോലെ NCC നാഷണൽ കേഡറ്റ് കോപ്സ്, മജ്മുഅത്തുൽ അഷ്ബാൽ വത്തനിയ. അപ്പൊ ഇങ്ങനെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഇതിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. SPC, NSS, സ്കൗട്ട്, NCC അതിന്റെയൊക്കെ അറബിയിലുള്ള പേരുകൾ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഭാഷയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ വളരെ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ് അറബിയ. അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതില് നമ്മൾ അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണെന്ത്? 4 ലാംഗ്വേജ് സ്കില്ലുകൾ നേടുക. ഇസ്തിമാഅ്, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബ. 4 ലാംഗ്വേജ് സ്കില്ലുകൾ നേടുക അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യമല്ലേ? ആണ്. കഫാഅത്തു ജംഉൽ മഅലൂമാത്ത് ഫിൽ അറബിയ, അറബി ഭാഷയിൽ ഇൻഫർമേഷൻസ് നേടാനുള്ള കഴിവ് കിട്ടുക അല്ലെ? അറബിയിൽ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നേടാനുള്ള കഴിവ്, അതും ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യമാണ്. അറബി, അറബി സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവുണ്ടാക്കുക അല്ലെ? ഒരു കഥയോ കവിതയോ ഒക്കെ വായിച്ചത് ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക എന്ന് പറയുന്നതും അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യമാണ്. അല്ല അമാഉൽ ഇബ്ദാഇയ ഫിൽ അറബിയ, അറബി ഭാഷയിൽ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുക, അതും അറബി ഭാഷ പഠിക്കുന്നതിന്റെ ഒരു ലക്ഷ്യമാണ്. മാത്രമല്ല മലക്കത്ത് തർജമ, ട്രാൻസ്ലേഷന്റെ സ്കില്ല് നേടുക, ഇതും അറബി ഭാഷയുടെ ലക്ഷ്യമാണ്. അതിന് പുറമെ തർഗീബ് ദാരിസീൻ ഫിൽ അറബിയ, കുട്ടികൾക്ക് അറബി ഭാഷയിൽ ഒരു താല്പര്യം ജനിപ്പിക്കുക, താല്പര്യം ഉണ്ടാക്കുക. മഅരിഫത്തു തുറാസ് സഖാഫിൽ അറബിയ, അറബി ഭാഷയുടെ കൾച്ചറൽ ഹെറിറ്റേജ്, അറബി ഭാഷയുടെ സാംസ്കാരികമായ പൈതൃകത്തെ മനസ്സിലാക്കുക, അതും അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യമാണ്. അറബിയ, അറബി സാഹിത്യ വർക്കുകളെ നന്നാക്കുക, അതല്ലെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുക, അതും അറബി ഭാഷയുടെ ലക്ഷ്യമാണ്. മാത്രല്ല തസ്ലീഹ് ദാരിസീൻ ബിൽ മഹാറത്തിൽ ലുഗവിയ്യ ഫി മജാലത്തിൽ അമാൽ, ജോലി ചെയ്യുന്ന മേഖലയില് കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് സ്കില്ലിനെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ എന്തൊക്കെയാണ്? 4 ലാംഗ്വേജ് സ്കില്ല് നേടുക, ഇൻഫർമേഷൻ നേടാനുള്ള കഴിവുണ്ടാക്കുക, ആസ്വദിക്കാൻ പറ്റുക, ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ട്രാൻസ്ലേഷനുള്ള കഴിവുണ്ടാക്കുക, താല്പര്യം ഉണ്ടാക്കുക, കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കുക, അറബി സാഹിത്യത്തിലുള്ള വർക്കുകൾ നന്നാക്കാൻ പറ്റുക, അതുപോലെ തന്നെ ജോലിയുടെ മേഖലയിൽ അറബി ഭാഷയെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ പറ്റുക. ഇതൊക്കെ അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യമായി നമ്മുടെ ഹാൻഡ് ബുക്കിൽ കൊടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരാറുണ്ട്. വേഗം ഉത്തരം പറയും. ഒറ്റ സെക്കൻഡേ ചോദിച്ചത് ഇതുള്ളൂ, സമയമുള്ളൂ. ഒരു സെക്കൻഡ് ഓണബത്തിന് കിട്ടുന്നതാ. താഴെ കൊടുത്തതിൽ നിന്ന് അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാഹറജ, പുറത്തേക്ക് പോണ ലക്ഷ്യം ഏതാണ്? ഔത്തേക്ക് വരുന്നതല്ല, പുറത്തേക്ക് പോണത്. ഏതാണ് പുറത്തേക്ക് പോണ ലക്ഷ്യം? പുറത്തേക്ക് പോണ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. ലക്ഷ്യം ഇങ്ങനെ രാവിലെ നേരമ്പഴത്തേക്ക് പാനും കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവാണോ? അല്ല. മാഹറജ എന്ന് പറയാൻ നമ്മളെ നെഗറ്റീവ് ചോദ്യമാണ്. പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പെടാത്തത് എന്നാണ് അല്ലെ? അറബി ഭാഷയിലെ ലാംഗ്വേജ് സ്കില്ലുകൾ നേടുക ആണോ ഭാഷയുടെ ലക്ഷ്യമാണോ? ആണ്. തർജമ, ട്രാൻസ്ലേഷൻ നേടുക ലക്ഷ്യമാണ്. അറബി ഭാഷന്റെ കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കുക ലക്ഷ്യമാണ്. പിന്നെ ഏതാ ലക്ഷ്യത്തിൽ ഇടാത്തത്? ഇക്തിസാബ് മഹാറത്തു സിറാഅൽ ഹദീസ, ആധുനിക കൃഷി രീതികൾ മനസ്സിലാക്കുക അല്ലെ? നമുക്ക് അറബി പഠിച്ചു വെച്ചിട്ട് ട്രാക്ടർ എടുത്ത് പാടത്തേക്ക് പൂട്ടാൻ പോകാൻ കഴിയൂലല്ലോ. അതിപ്പോ അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ അന്നീ ചോദ്യം വന്നപ്പോ ചിലരൊക്കെ തെറ്റിച്ചിരുന്നു, കാരണം ചോദ്യം മനസ്സിലായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നട്ടനാത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്.
ഓക്കെ, 24 എക്സാം ഹാളിൽ കയറുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത രീതി ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഈ ഭാഗത്തു നിന്ന് നേരിട്ട് വന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ ചോദ്യം. ഇത് മാത്രമല്ല വേറെയും ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരാറുണ്ട്. നോക്കൂ, ഒരു ചോദ്യം കൂടെ, കഴിഞ്ഞ PSC വന്ന ചോദ്യം. നോട്ട് ഗ്രൂപ്പിൽ അയക്കും കേട്ടോ. താഴെ കൊടുത്തതില് അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? പറഞ്ഞിട്ടുള്ളൂ. അൽ മഖ്ദറ അല തദബ്ബുർ ബിൽ അറബി, അറബ് സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവ്. അൽ മഖ്ദറ അല ഫഹ്മി ലുഗത്തിൽ ഉമ്മ, മാതൃഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്. അൽ ഖുദ്റ അലൽ മഹാറത്തിൽ അർബഅ, 4 ലാംഗ്വേജ് സ്കില്ലുകൾ അറിയാനുള്ള കഴിവ്. തർഗീബു ദാരിസിൻ ഫിൽ അറബിയ, അറബി ഭാഷയിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കാനുള്ള കഴിവ്. ഏതാ? യെസ്, വെരി ഗുഡ്, അഹ്സൻതും. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഭാഗത്തുനിന്ന് 2-3 PSCക്ക് ഇതേപോലെ നേരിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇവിടെയുള്ള കണ്ടന്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കണ്ടന്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോക്കിയേ, തക്കൂനു ദിറാസ മുംതിഅ വാലിഫത്തുൻ ലിൽ അത്ഫാൽ, കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ത്വബഖൻ ലി ഉംറിൽ അത്ഫാൽ, കുട്ടികളുടെ ഏജ് വയസ്സിനോട് യോജിച്ചതായിരിക്കണം. മാത്രമല്ല കുട്ടികൾക്ക് ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ അവസരങ്ങൾ വേണം. അതുപോലെ തന്നെ എന്ത് വേണം? മുസ്തവിയത്തുൻ ബിഫുർസത്തി തഅബീർ ശഫഹിയൻ വതഹരീരിയൻ, കുട്ടികൾക്ക് ഓറലായി സംസാരിച്ചും വൃട്ടൻ എഴുതിയും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ വേണം. അതുപോലെ തന്നെ പിന്നെയോ ആവശ്യമുള്ള ലാംഗ്വേജിലുള്ള നേട്ടങ്ങൾ ഒരുപാട് നേടാൻ പറ്റുന്നതായിരിക്കണം. മാത്രല്ല ഭാഷ കൈകാര്യം ചെയ്യുന്നതിന്റെ സ്റ്റൈലിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ മുറഗബൻ ഫി ദിറാസത്തിൽ അറബിയ, അറബി ഭാഷയിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുന്നതായിരിക്കണം. മാത്രമല്ല മുഫ്ഹിമൽ മനാഹിൽ വൽ ജമാലിയ, ഭാഷയുടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഭംഗിയുള്ള വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. വാരിഫത്തുൻ അല നമാദിജിൽ അഹ്വിറ വതഅലിഫത്ത്, രചനകളും അതുപോലെ തന്നെ സംസാര ശൈലികളും ആ മോഡലുകളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ മുസാഅദ ലി തൻമിയത്തിൽ ഇബ്ദാഇയ, ക്രിയേറ്റീവ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറബി ഭാഷയുടെ പൈതൃകം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ ICTയുടെ ഉപയോഗം പറ്റുന്നതായിരിക്കണം. കണ്ടന്റുകളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വെച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സാമിഹ ഫുർസത്തുൻ ഇസ്തിഹ്സാൻ തദവ്വുഖ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്വദിക്കാനും സാഹിത്യ സൃഷ്ടികൾ നന്നാക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കണം. ഇതൊക്കെ ഇത്തരത്തിലായിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ കണ്ടന്റുകൾ. കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കണം, കുട്ടിയുടെ വയസ്സിന് യോജിച്ചതായിരിക്കണം, കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം, സംസാരിച്ചും എഴുതിയും കുട്ടികൾക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, കുട്ടിക്ക് ഭാഷയിലുള്ള നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം, ഭാഷ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റണം, അറബിയിൽ താല്പര്യം ഉണ്ടാക്കണം, ഭാഷയുടെ ഭംഗിയുള്ള വശങ്ങളെ കുറിച്ച് ഒരു ബോധം വേണം, അതിന്റെ യൂസേജുകളെ കുറിച്ച്, അതിന്റെ മോഡലുകളിൽ സംസാരത്തിന്റെ രീതിയിലൊക്കെ കുറിച്ച് അറിയുന്നതായിരിക്കണം, ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് സഹായിക്കണം, പൈതൃകം മനസ്സിലാക്കണം, ICT കൊണ്ട് പഠിപ്പിക്കാൻ പറ്റണം, അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റണം. ഇതൊക്കെയാണ് നമ്മുടെ കണ്ടന്റുകൾക്ക് വേണ്ട പ്രത്യേകത. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, വളരെ സിമ്പിൾ ആയ ചോദ്യം, ഒരു ട്രാൻസ്ലേഷൻ ചോദ്യം. ഇപ്പൊ അടുത്ത് വന്ന ലാസ്റ്റ് നടന്ന പാർട്ട് ടൈം ഫുൾ ടൈം LP ഉണ്ടല്ലോ, തിരുവനന്തപുരത്തിന്റെ ഇതിന്റെ കൂടെ വന്നില്ല, അതിന് വന്ന ചോദ്യം, വളരെ സിമ്പിൾ ആയ ചോദ്യം. തഖ്നിയത്തുൽ മഅലൂമാത്ത് തവാസുലിയ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സമയം കളയേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സജീറ റഷീദ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, വേറെയുള്ളവർക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ലൈസ മിൻ മീസാത്തിൽ മുഹ്തവയാത്ത്, താഴെ കൊടുത്തതിൽ കണ്ടന്റിന്റെ പ്രത്യേകതയിൽ പെടാത്തത് ഏത്? പെട്ടെന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോ പെട്ടെന്ന് നമ്മളെ മൈൻഡിക്കാണ് വരുന്നത്, എന്താ ഈ ചോദിക്കണത് എന്ന്. ലൈസ അല്ലാത്തത്, കണ്ടന്റിന്റെ പ്രത്യേകതയിൽ പെടാത്തത്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് ഓറൽ സംസാരിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം വേണം.
കുട്ടികൾക്ക് ആവശ്യമുള്ള ഭാഷയിലുള്ള നേട്ടങ്ങൾ നേടാൻ പറ്റുന്നതായിരിക്കണം. ഭാഷ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ലക്ഷ്യം അറിയുന്നതായിരിക്കണം. കുട്ടിക്ക് ആസ്വദിക്കാനും സാഹിത്യ സൃഷ്ടികൾ നന്നാക്കാനും ഒക്കെയുള്ള അവസരം ഇല്ലാതിരിക്കണം. അവസരം ഉണ്ടാവാൻ പാടില്ല. ഏതാണ്? യെസ്, എല്ലാരും പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അതാ ഞാൻ പറഞ്ഞ അതുമും നാദിറയും ഒക്കെ എന്ത് ചെയ്യാന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ഹാൻഡ് ബുക്കിനകത്ത് പറയുന്ന മറ്റൊരു ഏരിയയാണ് താലീമുൽ മുതവമ്മിൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിഹാദ് ജൗവൻ വുദ്ദി മുതവമ്മിൽ ജമീഅ, എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കണം. പഠനത്തിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കണം, ഒരാളെയും പുറന്തള്ളാതെ. അപ്പോ എങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് വേണ്ടത്? ജൗവു താലീം അൽ മുജവദ് അൽ മുതസാവി അൽ ഫുർസ്, ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ആ ടേം അതുപോലെ ഓർത്തു വെക്കുക. താലീം പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആണ്, അത് മുജവദ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആണ്, മുതസാവി അൽ ഫുർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇതാണ് നമ്മൾ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഒരുപോലെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. ഓക്കെ. അപ്പം അബ്നാഉൽ മുജന്നബീന ലിഅസ്ബാബിൽ ഇജ്തിമാഇയ്യ ഇഖ്തിസാദിയ, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കാരണങ്ങൾ കാരണം അകറ്റി നിർത്തപ്പെട്ട മക്കൾ, അവരെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ശാരീരികമായിട്ടോ എന്തായിക്കോട്ടെ, തഹദിയാത്ത്, വെല്ലുവിളികൾ, ഏതൊക്കെ മേഖലയിലെ? ജിസ്മിയ. ഓക്കെ. ജിസ്മിയ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും അഖലിയ, ബുദ്ധിപരവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളികളുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. അവിടെ നിങ്ങൾ നോക്കുക, ഓട്ടിസം, അതിന് അറബിയിൽ കൊടുത്ത വേർഡ് ഉണ്ട്, മറദു ഷുറൂദ്, ഓട്ടിസം. അതുപോലെ സെറിബ്രൽ പാൾസി, ഷെലുദ്ദിമാഗി, അതുപോലെ ഓട്ടിസം. ഇങ്ങനെ എല്ലാ രോഗങ്ങളും, ശാരീരിക മാനസിക എല്ലാ ബുദ്ധിമുട്ടുകളുള്ള ആളുകളെയും ഒരുമിച്ച് ചേർക്കുന്ന വിദ്യാഭ്യാസ സിസ്റ്റമാണ് എന്ത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. നോക്കിയേ, അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. يختار ما لا ينبغي مراعاته لتقديم الدرس امام الاطفال يواجهون تحديات متخلفه. പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഒരു പാഠം പ്രസന്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടാത്ത കാര്യം ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ, നമ്മൾ ഇവാലുവേഷനിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. കുട്ടികളെ ഒരു കടുംപിടുത്തം പിടിക്കാതെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ ഓരോ കുട്ടിക്കും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള റെമഡിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വളരെ നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികളുടെ ലെവലിനനുസരിച്ച് പാഠം പ്രസന്റ് ചെയ്യണം. അതുപോലെ തഖ്തീത്തുൽ അൻഷിദ മവാഹിബ്, കുട്ടികളുടെ കഴിവനുസരിച്ച് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യണം. ഏതാണ്? യെസ്, എല്ലാവരും ആൻസർ പറഞ്ഞു. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-2 ടോപ്പിക് കൂടെ നമുക്ക് ഇന്ന് പറയാനുള്ളത്. നോക്കുക, ശ്രദ്ധിക്കുക. നമ്മള് ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് എന്തിനാ? കുട്ടികൾക്ക് ഒരു വാല്യൂസ് ഉണ്ടാക്കാനാണ്, അല്ലെ? കുട്ടികൾക്ക് വാല്യൂസ് ഉണ്ടാക്കാനാണ്, വാല്യൂസും കൺസെപ്റ്റും ഉണ്ടാക്കാനാണ്. അപ്പൊ എന്തൊക്കെ മേഖലയിൽ നമ്മൾ കുട്ടികൾക്ക് വാല്യൂസ് ഉണ്ടാക്കേണ്ടതുണ്ട്? നമ്മുടെ ഹാൻഡ് ബുക്കിനകത്ത് കൃത്യമായി അത് പറയുന്നുണ്ട്. വായു ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ജനാധിപത്യ ബോധം. ഖിയമുദ്ദസ്തൂരിയ, ഭരണഘടനയിൽ പറഞ്ഞ വാല്യൂസിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കണം. അൽ മൗഖിഫുൽ ഇൽമാനി, എന്താണ് മൗഖിഫുൽ ഇൽമാനി? മതേതരത്വ നിലപാട് കുട്ടികളിൽ ഉണ്ടാക്കി വെക്കണം. മതേതരത്വം. അതുപോലെ തസാമുഹ, പരസ്പരം ഒരു ടോളറൻസ്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, ഒരു വിട്ടുവീഴ്ച മനസ്സ് ഉണ്ടാക്കണം. തഫക്കുറുൽ ബിനാഇ അൽബിദായി, ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടായിരിക്കണം. നമ്മുടെ പൈതൃകത്തെയും കൾച്ചറിനെയും ബഹുമാനിക്കാനുള്ള ഒരു നിലപാട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കണം. മബഹസുൽ മുസാവ, പരസ്പരമുള്ള ഒരു സാഹോദര്യം, ആ ഒരു കൺസെപ്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. മഹാറത്തുൽ ഖിയാദിയ, ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. മാത്രല്ല ലൈഫ് സ്കില്ലുകൾ വേണം. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. ലൈഫ് സ്കില്ലുകൾ. ഈ ലൈഫ് സ്കില്ല് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നോക്കിയേ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ല്? 10 ലൈഫ് സ്കില്ലുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് മാരിഫത്തു ദാത്തിയ. ഇതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത് കേട്ടോ.
എന്താണ് മാരിഫത്തു ദാത്തിയ, സ്വന്തത്തെ കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ്. മുവാസാത്ത്, ഖുദ്റത്തു തവാസുൽ, അലാഖത്ത് ബൈനൽ അഫ്രാദ്, അൽ ഫിക്റുൽ ബന്നായി. എന്തൊക്കെയാണ് ആ പറഞ്ഞത്? സെൽഫ് അവയർനെസ്സിനുള്ള സ്കില്ല്, സ്വന്തത്തെ പറ്റിയ ഒരു ബോധം. അതുപോലെ എമ്പതി, മറ്റുള്ള ആളുകളോടുള്ള ഒരു എമ്പതി, ഒരു കരുണ. അതുപോലെ ഖുദ്റത്തു തവാസുൽ, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. അലാഖത്ത് ബൈനൽ അഫ്രാദ്, മറ്റുള്ള ആളുകളുമായി ബന്ധം ഉണ്ടാക്കാനുള്ള കഴിവ്. ഫിക്റുൽ ബന്നായി, ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ ഫിഖറുൽ ഇൻതിഖാദി, ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യാനുള്ള കഴിവ്. ഇത്തിഹാദുൽ ഖറാറാത്ത്, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ഒരു സ്ട്രെസ്, ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ കൂടി കേട്ട് കാണും. ഇതിപ്പോ നാളെ പരീക്ഷയ്ക്ക് ഇതൊക്കെ കൂടി കാണാപ്പാടം പഠിച്ചു പോകാൻ ഓരോ ആവശ്യമില്ല. ഇതിന്റെ അകത്തുനിന്ന് പരീക്ഷയ്ക്ക് ആകെ ചോദ്യം വന്നിട്ടുള്ള ചോദ്യം ഇതാ ഇങ്ങനെയാണ്. കണ്ടോ? വേഗം ആൻസർ പറയും, വേഗം ആൻസർ പറയും. ജീവിക്കാനുള്ള സ്കില്ലുകള് 10 പറഞ്ഞു. അതില് പെടാത്തത് ഷാദാണ് തിരഞ്ഞെടുക്കേണ്ടത്. മഹാറത്തു തവാസുൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. തവല്ലുബ് അൽ ആത്തിഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ അതിജീവിക്കാനുള്ള സ്കില്ല്. തഫ്കീറുൽ ഇൻതിഖാദി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യാനുള്ള കഴിവ്. സിബാഹ, സ്വിം ചെയ്യാനുള്ള കഴിവ്, നീന്താനുള്ള കഴിവ്. ഏതാ? വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു ആൻസർ. നീന്തുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 10 ലൈഫ് സ്കില്ലിൽ പെട്ടതല്ല. 10 ലൈഫ് സ്കിൽ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇത്. നോക്കൂ, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ഹാൻഡ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ. കുട്ടികളുടെ അവകാശങ്ങളെ പ്രധാനപ്പെട്ട 3 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക്. 3 പീസ് ഓഫ് ചിൽഡ്രൻസ് റൈറ്റ്. തൗഫീർ, ഹിമായ, മുഷാറക്ക. തൗഫീർ പ്രൊവിഷൻ, ഹിമായ പ്രൊട്ടക്ഷൻ, മുഷാറക്ക പാർട്ടിസിപ്പേഷൻ. ഓക്കെ, തൗഫീർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് തൗഫീർ. ഹിമായ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ പല കാര്യങ്ങളും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്, അക്രമങ്ങളിൽ നിന്ന്, അതുപോലെ സെക്ഷൽ അബ്യൂസിൽ നിന്ന്, പല കാര്യങ്ങളും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള അവകാശം കുട്ടിക്കുണ്ട്. അതുപോലെ അവന്റെ അഭിപ്രായങ്ങൾ പറയാനും പങ്കെടുക്കാനും ഒക്കെയുള്ള മുഷാറക്ക, പാർട്ടിസിപ്പേഷന്റെ അവകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ 3 പീസ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്. പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ എന്താണ് പാർട്ടിസിപ്പേഷൻ. വേഗം ആൻസർ പറയും, വേഗം ആൻസർ പറയും. 1 മിനിറ്റ് സെക്കൻഡ്, 1 സെക്കൻഡ് സമയം, 1 സെക്കൻഡ് സമയം. വേഗം വരട്ടെ ആൻസർ വരട്ടെ. താഴെ കൊടുത്തതിൽ കുട്ടികളുടെ അവകാശങ്ങൾ 3 ഏരിയ ആയിട്ട് തിരിക്കുന്നു. ഇതില് ഏതൊക്കെയാണ്? യെസ് 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 വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കും. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. വേഗം OMR പോയിക്കാണ്ട് നടത്തും. ഇവിടെ അങ്ങനെ കുത്തിയാലും ശരിയാവും. പക്ഷെ നോക്കണം, ഇവിടെ 1 കഴിഞ്ഞ് നോക്കിയിട്ട് താഴെതാ ഇവിടെ നോക്കിയിട്ട് പലർക്കും അങ്ങനെ നെഗറ്റീവ് വരാറുണ്ട്. ഇവിടെ നോക്കിക്കാണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 7 കൊണ്ടുപോയി കുത്തിയിട്ടാണ് പിന്നെ ഇത് അങ്ങോട്ട് നോക്കുക. അങ്ങനത്തെ അന്തംവിട്ട പരിപാടി ഒന്നും ചെയ്യരുത്. ഓൺലൈൻ ആകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, എന്നാലും മിസ്റ്റേക്കുകൾ വരുത്താതെ നോക്കുക. ഓക്കെ, OMRൽ ഇങ്ങനെ OMRന്റെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ ABC നടക്കാണ്ട് ഇങ്ങനെ കുത്തി കറുപ്പിച്ച് പോകുമല്ലോ. ഇവിടെ A2, ഇവിടെ A2, പിന്നെ ഇവിടെ A2, പിന്നെ 4മത്തത് A നമുക്കൊരു പേടിയൊക്കെ. ഇതിപ്പോ ഇങ്ങനെ വരുമോ എന്നാ കടക്കട്ടെ B എന്ന് പറഞ്ഞ കുത്തും. അങ്ങനത്തെ പ്രശ്നമൊന്നും OMRൽ ഉണ്ടാവില്ല. ഓക്കെ, 24 OMR ആണോ? അപ്പൊ ഓൺലൈൻ എന്നാണ്? 24 OMR ആണ് അല്ലെ? ഓൺലൈൻ എക്സാം അപ്പൊ എന്നാ? 29 അല്ലേ? ഓക്കെ. അപ്പൊ 24 OMR ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു വേവലാതി ആയിരിക്കും എന്താ? നമുക്ക് സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് തോന്നുന്ന കാര്യമാണ്. ഒരു 4 ഏട്ട് കഴിഞ്ഞാൽ 5മത്തെ ഏടാൻ ഒരു പേടിയൊക്കെ ഉണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അപ്പോ എന്താണ്, അത്തരത്തിലുള്ള ഫാൾസ് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്കൊന്നും പോവാതെ നിങ്ങൾക്ക് 50% ഉറപ്പുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോ എന്തായാലും വരൂല, C വരൂല എന്തായാലും, അപ്പൊ Dയും വരൂല. അങ്ങനെ 2 ഉറപ്പുണ്ട്. ബാക്കി 2 കൺഫ്യൂഷൻ ഉള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്കി കുത്തിക്കോളും. ഈ ഒന്നെങ്കിലും ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ പോയിക്കാണ്ട് എന്ത് ചെയ്യരുത്, കറക്കി കുത്തി നെഗറ്റീവ് വാങ്ങിക്കരുത്. ഓക്കെ, നെഗറ്റീവ് വാങ്ങിക്കരുത്. അങ്ങോട്ട് പറയുന്ന പോലെ ഇപ്പൊ 50 ചോദ്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് 1 മാർക്ക് നെഗറ്റീവ് വന്നു എന്ന് വിചാരിച്ചോളി. 1 മാർക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ 50 ചോദ്യം എഴുതിയ ഒരാൾക്ക് 1 മാർക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര മാർക്ക് ഉണ്ടാവുക? 49 ആണോ? 49 അല്ല, പിന്നെ എത്ര വരിക? 50-ന്
ഒരു മാർക്ക് നെഗറ്റീവ് പറഞ്ഞാൽ 3 തെറ്റി. അപ്പൊ തന്നെ എത്രയായി? 47 ആയി. പിന്നെ പോയതൊന്നും 46 മാർക്കൊക്കെ പോകും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഒരു ചോദ്യം ഒന്നങ്ങോട്ട് എഴുതിയാല് 1 മാർക്ക് അങ്ങോട്ട് കിട്ടുകയല്ലേ, 3 തെറ്റിയാലല്ലേ 1 പോകുള്ളൂ എന്ന ആ ഒരു ചിന്തയ്ക്ക് നിങ്ങൾ പോകരുത്. 3 തെറ്റിയാ 1 പോകുക എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒന്നാണ് പോണത്. അപ്പൊ ശ്രദ്ധിക്കുക, ആ തെറ്റിയ 3 ഓൾറെഡി പോയിക്കണ്, പിന്നെ നമുക്ക് ശരി കിട്ടിയ 1 കൂടി പോവാണ്. അപ്പൊ 50 മാർക്ക് 50 എഴുതി ശരിയായ ഒരാൾക്ക് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 46 മാർക്കൊക്കെ പോകും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ ചോദ്യങ്ങള് തെറ്റുമ്പോ പരമാവധി നെഗറ്റീവ് വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം, അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എന്ത്? ഖാനൂനു തർബിയ. 2009 വിദ്യാഭ്യാസ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE 2009. അതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 200 പ്രവൃത്തി ദിവസങ്ങളും 800 പ്രവൃത്തി ഇൻസ്ട്രക്ഷണൽ ഹവേഴ്സും വേണമെന്ന നിയമമാണ്. അതുപോലെ തന്നെ 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 220 പ്രവൃത്തി ദിവസങ്ങളും 1000 മണിക്കൂറും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ നിയമത്തെ കുറിച്ച് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക. 2009 RTE ആക്ട് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് 200, ഓക്കെ, 200. അതുപോലെ തന്നെ 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് 220. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്ന് തെറ്റിയാല് 3 പോവാന്നല്ല പറഞ്ഞത്. 1 മാർക്ക് പോയി എന്ന് പറഞ്ഞാൽ 3 തെറ്റിയില്ലേ? 3 തെറ്റുമ്പോഴല്ലേ 1 മാർക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ 3 ഓൾറെഡി നമ്മൾ എഴുതി. 100 നമ്മള് 1 തെറ്റി 1 മാർക്ക് നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്ക് 96. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ഏരിയയാണ് മെൻഡറിങ് എന്ന് പറയുന്നത്. തൗജീഹു തർബവി. എല്ലാ ഏരിയയും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാണ് കേട്ടോ, നമുക്ക് ഡീപ്പായിട്ട് ക്ലാസ് എടുക്കാനുള്ള സമയമല്ല. അപ്പൊ അധ്യാപകൻ മുവജ്ജിഹാണ്, മെൻഡറാണ്. വിദ്യാർത്ഥി മുവജ്ജഹാണ്, മെൻഡി. മെൻഡിയും മെൻഡറും. മെൻഡർ എന്ന് പറയുന്നത് ടീച്ചറാണ്, മെൻഡി എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു കുട്ടിയെ നമ്മള് ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയണമെങ്കിൽ, നമുക്കൊരു ടീച്ചർക്ക് മെൻഡർ ആവണമെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ബാക്ക്ഗ്രൗണ്ട് അറിയണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മുടെ ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്. ഒന്ന് സിയാറത്തുൽ ബുയൂത്ത്, കുട്ടിയുടെ ഗൃഹ സന്ദർശനം. മറ്റൊന്ന് തവാസുൽ മഅലൗസിയാ, പാരന്റ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ കുട്ടിയെ നിരന്തരമായി നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പൊ വേഗൊരു ക്വസ്റ്റ്യൻ. യെസ്, മെൻഡിയുടെ അറബി പദമാണ് ചോദിക്കുന്നത്. വെരി ഗുഡ്, മുവജ്ജഹാണ്. ഓക്കെ, കറക്റ്റ് ആണ്. മുവജ്ജഹ് കറക്റ്റാണ്. അതുപോലെ നോട്ട് ചെയ്ത് നോക്കട്ടെ. മുവജ്ജിഹ് കെസറുള്ളത് അധ്യാപകനും ഫതഹ് ഉള്ളത് വിദ്യാർത്ഥി. മെൻഡി, മെൻഡർ. മുവജ്ജിഹ്, മുവജ്ജഹ്. അടുത്തൊരു ചോദ്യം, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്, മെൻഡറിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം. യെസ്, ഒരു വിദ്യാർത്ഥിയുടെ ഹൽഫിയത്തുദ്ദാലിസിന് ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയണമെങ്കിൽ ഒരു അധ്യാപകൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം ഏതാണ്? യെസ്, വീട് സന്ദർശിക്കുക, പാരന്റ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിരന്തരമായി ഒബ്സർവ് ചെയ്യുക. അപ്പൊ എല്ലാതും വേണ്ടതാണ്. കുല്ലു മാ സബഖ സഹീഹാണ് ശരിയായ ആൻസർ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ടൈപ്പ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. ഓക്കെ, ഒരു ചോദ്യം കൂടെ കാണിക്കാം. യെസ്, വേഗം നോക്കൂ. മിൻ മസ്ഊലിയാത്തിൽ മുദരിസ് തുജാഹ അമലിഹി അത്തദ്രീസി വസുമലാഇഹിൽ മുദരിസീൻ. ഒരു അധ്യാപകന് തന്റെ ജോലിയോടും തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടും ഉണ്ടാവേണ്ട ഉത്തരവാദിത്തത്തിൽ പെട്ട കാര്യമാണ്, അവന്റെ എത്തിക്സിൽ പെട്ട കാര്യമാണ് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ലം യുഹാവിൽ തസ്വീർ മഹാറത്തുൽ ഹർഫിയ, തന്റെ കരകൗശലമായിട്ടുള്ള തന്റെ ക്രിയേറ്റീവായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ആ അധ്യാപകൻ ശ്രമിക്കുന്നില്ല. രണ്ടാമത്തത് അധ്യാപകൻ ലാ യഹ്തരിം, അവൻ ബഹുമാനിക്കുന്നില്ല അൽ മവാഖിഫു തദ്രീസിയ ജുമലാൽ മുദരിസീൻ, തന്റെ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ഞാൻ തന്നെ വലിയ ടീച്ചർ ഓലതൊക്കെ ഭയങ്കര പോക്കാന്ന് പറഞ്ഞ് വേറുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക, അവരെ ടീച്ചിങ്ങിനെ ബഹുമാനിക്കാതിരിക്കുക.
ലം യഹ്തരിം വലം യബ്തിൽ ജുമലാഹി മുദരിസിൻ, തന്റെ കൂട്ടുകാരായ അധ്യാപകരെ ആദരിക്കാതിരിക്കുക. ലാ യുമാരിസ് അയ തദ്രീസുൻ ശഖ്സി റുസൂമി വലാ യുആമിൽ ഫി അമലിയത്തി തദ്രീസ് ശഖ്സിയ, പേഴ്സണൽ ആയിട്ടുള്ള മറ്റു ടീച്ചിങ്ങുകൾ നടത്താതിരിക്കുക, ഒഫീഷ്യൽ ആയിട്ടുള്ള മറ്റു ടീച്ചിങ്ങുകളിലേക്ക് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇതില് ഏതാണ് ഒരു അധ്യാപകന് വേണ്ട കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സിൽ പെട്ട കാര്യമാണ് ഏത് ഓപ്ഷൻ ഡി. കാരണം തന്റെ സ്കില്ല് നേടാൻ പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളത് അതിന്റെ തെറ്റായ കാര്യമാണ്. തന്റെ കൂടെയുള്ള ആളുകളെ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പൊ അതിൽ പറയുന്നതാണ് മറ്റുള്ള ടീച്ചിങ്ങിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ എത്തിക്സിൽ പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, കൂടുതൽ സമയം നമുക്കില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു ചോദ്യം ഹാൻഡ് ബുക്കിൽ നിന്ന് നേരിട്ട് വന്ന ഒരു ചോദ്യം കൂടിയാണ്, നോക്കാം. താഴെ കൊടുത്തതില് ഖിറാഅ സിഖാലിയ, ഖിറാഅ സിഖാലിയയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഖിറാഅ സിഖാലിയ ചോദ്യം ഇതാണ്, അതുമായി ബന്ധപ്പെട്ട ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്, നെഗറ്റീവ് ചോദ്യമല്ല. അധ്യാപകനുമായി വിദ്യാർത്ഥി ഈസിയുള്ള പദങ്ങൾ ഷെയർ ചെയ്യുന്നു. രണ്ടാമത്തത്, അധ്യാപകനുമായി വിദ്യാർത്ഥി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പദങ്ങൾ ഷെയർ ചെയ്യുന്നു. മൂന്നാമത്തത്, അധ്യാപകനുമായിട്ട് വിദ്യാർത്ഥി വായിക്കുന്നതിന്റെ ഇടയിൽ ഗ്രൂപ്പിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇതിൽ ഏതാണ് സിഖാലിയുമായി ബന്ധപ്പെട്ടത് എന്ന് എ പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇങ്ങനത്തെ 1, 2, 3 കണ്ടാൽ ഞമ്മക്കുള്ള കെണിയാണ്, അത് ഞമ്മക്കുള്ള കെണിയാണ്. അപ്പൊ ഇവിടെ കണ്ടോ, അവിടെ നമുക്ക് ആൻസർ കിട്ടി, 2 അപ്പൊ നമ്മൾ വേഗം പോയിക്കാണ്ട് ബി ആൻസർ, നമ്മൾ OMR പോയിട്ട് ബിയിലേക്ക് പോകരുത്. കൃത്യമായി ചോദ്യം വായിച്ചിട്ടല്ലാതെ നിങ്ങൾ ആ പേനമ്മ OMR സീറ്റിന്റെ അടുത്തേക്ക് പോവുക ചെയ്യരുത്. ഓക്കെ, ഏതാണ് രണ്ടാമത്തെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പദങ്ങൾ വിദ്യാർത്ഥി അധ്യാപകനുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റാ. ഓൺലി 2 എന്ന് പറയുന്ന എ ആണ് ആൻസർ വരിക. തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് തെറ്റിയത് എന്തുകൊണ്ടാ, എന്താണ് ഈ ഖിറാഅ സിഖാലിയ എന്ന് അറിയാത്തോണ്ടാ. അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, വായനക്ക് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒരു ഘട്ടമാണ് ഖിറാഅ അൽ മുവജ്ജഹ, ഗൈഡഡ് റീഡിംഗ്, ഖിറാഅ തശാറുഹിയ, കൊളാബറേറ്റീവ് റീഡിംഗ്, ഖിറാഅ സിഖാലിയ, സ്കഫോൾഡ് റീഡിംഗ്. എന്താണ് ഗൈഡഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി സ്വന്തമായിട്ടിരുന്ന് വായിക്കല, വിദ്യാർത്ഥി ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുക. എന്നിട്ട് ഞാൻ അപ്പൊ ഇതിങ്ങനെ വായിച്ചപ്പോ ഇത് എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാൻ അവിടെ ശരിയിട്ടേക്കാം. ഞാൻ സ്വയം വായിച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ശരിയിട്ടേക്കാം. ഇനിയോ നമുക്ക് യർസ്മു അലാമ, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. മക്റൂൽ, ഉവൈസ്, ഡിഫിക്കൽട്ട് എന്നാണ് അർത്ഥം. വാക്കോർത്ത് വെക്കാട്ടോ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പദങ്ങളുടെ മേലെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. പിന്നെയോ യർസുമു അലാമ, ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുക. തിജാഹ മക്റൂൽ മുഅഫിർ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഭാഗങ്ങളോടത്തൊക്കെ എന്ത് ചെയ്യാ, നമ്മളിങ്ങനെ എന്ത് ചെയ്യാ, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടേക്കുക. ഇതാണ് ഗൈഡഡ് റീഡിംഗ്. ഒരാൾ ഒറ്റയ്ക്ക് വായിക്കുക, എന്നിട്ട് മനസ്സിലായോടത്ത് ശരി, ബുദ്ധിമുട്ടുള്ളടത്ത് ക്വസ്റ്റ്യൻ മാർക്ക്, ആശ്ചര്യമുള്ളടത്ത് എക്സ്ക്ലമേറ്ററി മാർക്ക്. ഇതാണ് ഒന്നാമത്തെ ഗൈഡഡ് റീഡിംഗ്. ഇനി കൊളാബറേറ്റീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പായിട്ടിരുന്ന് വായിക്കുക. വായിക്കുന്നതിന്റെ ഇടയിൽ പദങ്ങളുടെ അർത്ഥങ്ങൾ അവരിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുക. അതാണ് കൊളാബറേറ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് സ്കഫോൾഡ് റീഡിംഗ്? നമുക്ക് ചോദ്യം വന്ന സ്കഫോൾഡ് റീഡിംഗ് എന്താ, ഖിറാഅ സിഖാലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പദങ്ങൾ അധ്യാപകനുമായി ഷെയർ ചെയ്യുക. ഓക്കെ, അത് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഡിക്ഷണറി കൊടുത്തുകൊണ്ടോ ഒക്കെ നമുക്ക് അതിനെ സോൾവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ, സ്കഫോൾഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ അധ്യാപകനുമായി ഷെയർ ചെയ്യുക. കൊളാബറേറ്റീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഗ്രൂപ്പിൽ വായിച്ചിട്ട് പദങ്ങൾ പറയുക. ഗൈഡഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ സ്വന്തമായി വായിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ഇൻഷാ അള്ളാഹ്. ഏതായാലും ഇനിയും BSc വിളിക്കും, വൈകാതെ തന്നെ വിളിക്കും. ഇതിനിപ്പോ നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ഖേദമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക. നാളത്തെ മറ്റന്നാളത്തെ 24ന്റെയും 29ന്റെയും പരീക്ഷകൾ ഉയർന്ന റാങ്കുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാഹുദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ വളരെ മനോഹരമായ ഒരു സെഷൻ. ടീച്ചർക്ക് ഒരുപാട് നന്ദി. കാരണം കുട്ടികൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക്, ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ എവിടെ നോക്കണം, എന്ത് നോക്കണം, സ്കൂളിൽ ഡെയിലി വേജ് പോലും പോകാത്ത ഒരാൾക്ക് 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിൽ 10ാം ക്ലാസ്സിലെ ബുക്ക് കിട്ടിയ ഒരു അവസ്ഥയായിരിക്കും ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഏരിയ എന്താണ് സ്കഫോൾഡിങ്, അതൊക്കെ കൃത്യമായിട്ട് എക്സാമിന് വരുന്നതാണ്. ആ ഏരിയകളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതേപോലെ ഭീകരന്മാരെയൊക്കെ കാണിച്ചു തന്നു. ഇതൊക്കെ സത്യത്തിൽ ഭയങ്കര ഭീകരന്മാരാ. എന്റെയൊക്കെ എത്ര എണ്ണാണ് തെറ്റിച്ച് വെച്ചേക്കണ ഈ ഭീകരന്മാര്. ആ എക്സാം മോളിൽ നിന്ന് ഇറങ്ങണ ആ സെക്കൻഡിൽ നമ്മൾ കാണുന്നതാണ്. വേറൊരാൾ പോലും നമുക്കത് കാണിച്ചു തരണ്ട. ഇറങ്ങണ സെക്കൻഡിൽ നമ്മളത് കാണും. അല്ലെങ്കിൽ ഇത് കൊടുത്ത് OMRക്ക് മുറിച്ചതിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കാണും. അങ്ങനെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ടീച്ചർ പറഞ്ഞു, ടീച്ചർ PGക്കൊക്കെ റാങ്ക് വാങ്ങിയ ആളാട്ടോ, ഡിഗ്രിക്ക് സ്പോട്ട് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ടീച്ചർ അത് വാശിയോടെ എടുത്ത് പഠിച്ച് റാങ്ക് കിട്ടിയ ആളാണ്. അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും, നമ്മളെക്കാളും പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, നമ്മളെക്കാളും അറിവുള്ളവരുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എനിക്ക് ഈ നെറ്റും ടെറ്റും PSc ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള സകല ആൾക്കാർക്കും കിട്ടും. ലോകത്തുള്ള സകല ആൾക്കാരും കയറിപ്പോവും. അപ്പോൾ നിങ്ങൾ ഓർക്കുക. കാരണം നമ്മൾ ഏത് ജില്ലയിൽ എഴുതിയാലും നമുക്ക് താഴെ ഒരുപാട് ആൾക്കാർ കഴിവുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ മാറ്റി നമ്മളൊരു റാങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ അല്ലേ, എന്തോ ആ ഒരു സമയത്തുള്ള ഭാഗ്യമായിരിക്കാം. എന്നാൽ പോലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മുനവറ ടീച്ചറായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യണല്ല, പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ കണ്ടിട്ട് ടെൻഷൻ ആവരുത്. ടീച്ചറൊക്കെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാഷാ അല്ലാ. പക്ഷെ നമ്മൾ ഒരിക്കലും അയാൾക്ക് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ MPhilകാരനാണ്, M.Ed ഉണ്ട്, ഇയാളുടെ കൂടെയൊക്കെ ആണോ ഞാൻ പോയിട്ട് എക്സാം എഴുതേണ്ടത്, അപ്പൊ കിട്ടും, പുലികൾ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ സാധാരണ, ഞാൻ പോലും പരീക്ഷ എഴുതുന്ന സമയത്ത് ഇങ്ങനെ നിരന്തരം വിചാരിച്ചോണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതേപോലെ ഗ്രൂപ്പിലൊക്കെ അപ്പ ആൻസർ പറയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചിട്ടുണ്ട്. എന്താണ് ലിറ്ററേച്ചർ ഒന്നും എന്താ ഇവർക്ക് തെറ്റാത്തത്, എന്താണ് മുഅല്ലഫാത്തുകൾ തെറ്റാത്തത് എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ടുണ്ട്. ഇത്രയും പഠിക്കുന്നവരുണ്ടോ. ഇതൊന്നും PSc എക്സാമിന് ഒരു മാനദണ്ഡമല്ല കേട്ടോ. എന്താണോ നമ്മൾ എക്സാം ഹോളിൽ കൊടുക്കുന്നത്, ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ ID കാർഡ്, ആ പറഞ്ഞ പോലെ എല്ലാ എക്സാമിലും ഒരു എക്സാമിന് വന്നതിന് മക്കളെ പിന്നെ നിങ്ങൾ എല്ലാ എക്സാമിനും വന്നോളും. അങ്ങനെ പിന്നെ ID കാർഡ്, അതേപോലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാറാൻ പോകുന്ന സ്റ്റാറ്റസ് ടീച്ചറോട് ചോദിച്ചാൽ മതി, നമുക്ക് ഭയങ്കര വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ അനുഭവിച്ച് തന്നെ കുറെ കാര്യങ്ങൾ അറിയണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കേട്ടോ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യകതയാണ് ജോലി എന്നുള്ളത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡറി ആണ് അല്ലെ. നമ്മൾ എത്ര ഒന്നുമില്ലാത്ത അത്രയും പാവപ്പെട്ട വീട്ടിലാണെങ്കിൽ പോലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജോലി ഒരു സെക്കൻഡറി ആണ് അല്ലെ. പക്ഷെ ആണ് എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് ജോലി ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ സെക്കൻഡറിയിലുള്ള നമ്മൾ ആ ഒരു ജോലി നേടി നമ്മളെ കുടുംബത്തിന് താങ്ങാവാന്ന് പറയുന്നതുണ്ടല്ലോ, പെൺകുട്ടികളെ ചില്ലറ കാര്യല്ല കേട്ടോ. അത് നിങ്ങൾ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ